അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറത്തുൽ അലഖാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളുടെ ആശയങ്ങൾ നാം മനസ്സിലാക്കി. അറിവിൻ്റെ ഉറവിടം അള്ളാഹുവാണ് എന്നതാണ് ആ ആയത്തുകളുടെ മൊത്തത്തിലുള്ള ആശയം. ഇനി അള്ളാഹു മനുഷ്യനിലേക്ക് തിരിയാണ്. അള്ളാഹുവിൽ നിന്ന് അറിവ് സ്വീകരിക്കാത്ത മനുഷ്യൻ, അവൻ്റെ അവസ്ഥ എന്താകും? അടുത്ത 3 ആയത്തുകളിൽ അള്ളാഹു തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. കല്ല, അങ്ങനെയല്ല, വേണ്ട. ഇന്ന, നിശ്ചയം, അൽ ഇൻസാൻ, ഈ മനുഷ്യനുണ്ടല്ലോ, ല, തീർച്ചയായും, യത്ഗാ, തഗാ, യത്ഗാ, അതിര് കവിഞ്ഞിരിക്കുന്നു. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ, വേണ്ട, നിശ്ചയം മനുഷ്യൻ അതിര് കവിഞ്ഞിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു തുടങ്ങാണ്. അള്ളാഹുവിൽ നിന്ന് അറിവ് സ്വീകരിച്ചെങ്കിലേ മനുഷ്യൻ മനുഷ്യനാകൂ. അല്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ ഒരിക്കലും ഗുണം പിടിക്കില്ല. കല്ല, ഓർക്കുന്നുണ്ടോ നേരത്തെ വന്നത്? കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. സൂറ അൽ ഹുമസയിൽ നേരത്തെ വന്നതാണ് അല്ലേ? കല്ല എപ്പോഴാണ് വരിക? ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് വെച്ച് അതിനെ തടയിട്ട്, അത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, ഇനി ഞാൻ പറയുന്നത് കേൾക്കും എന്നതിലേക്ക് ഒരാളുടെ അവസ്ഥയെ, നിലപാടിനെ, സംസാരത്തെ തടഞ്ഞു നിർത്തിയിട്ട് മറുവശം പറയുന്നൊരു ശൈലിയാണ് കല്ല, അല്ലേ? ഇന്നൽ ഇൻസാന ലയത്ഗാ. എന്നിട്ട് അള്ളാഹു ഒരു പ്രസ്താവന നടത്തുകയാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നിശ്ചയം മനുഷ്യൻ അതിര് കവിഞ്ഞിരിക്കുന്നു. അൽ ഇൻസാൻ, നേരത്തെ ഒരു ഇൻസാൻ വന്നില്ലേ? അല്ലമൽ ഇൻസാന മാ ലം യഅലം, അല്ലേ? അതേ ഇൻസാനാണ്. അപ്പോൾ ആ മനുഷ്യൻ, അള്ളാഹു സൃഷ്ടിച്ച നമ്മളാകുന്ന മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ അതിര് കവിയുന്നു. തഗാ യത്ഗാ, എന്താ അർത്ഥം? ഇപ്പോൾ വെള്ളപ്പൊക്കമായിട്ട് അതിങ്ങനെ കയറി മതിൽക്കെട്ടിൻ്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് പിന്നെയും ഉയരുന്ന അവസ്ഥയില്ലേ, അതിനെ തഗാ എന്ന് പറയും. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് പ്രളയമുണ്ടായല്ലോ, ഭയങ്കര പ്രളയം ഉണ്ടായി അല്ലേ? ആ പ്രളയത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നാ ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. വെള്ളമിങ്ങനെ അതിര് കവിഞ്ഞുയർന്നപ്പോൾ നാം നിങ്ങളെ ഒരു കപ്പലിലേറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് അതിര് കവിയുന്ന അവസ്ഥയ്ക്കാണ് തഗ എന്ന് പറയാം. അപ്പം ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മറികടക്കാൻ ശ്രമിക്കാം, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയൊക്കെ അല്ലേ? അതിക്രമം പ്രവർത്തിക്കാം, അല്ലേ? ഒരാൾ തോന്നിവാസിയായിട്ട് മാറുക. ഖുർആൻ ആരെക്കുറിച്ച് അങ്ങനെ വ്യക്തിപരമായിട്ട് പറഞ്ഞത്? ഫിർഔനിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇദ്ഹബ് ഇലാ ഫിർഔൻ, താങ്കൾ ഫിർഔൻ എന്ന ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോകൂ. ഇന്നഹു തഗ, അയാൾ അതിര് കവിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വയം ദൈവം ചമയുകയാണ് അയാൾ ചെയ്തത്. മനുഷ്യരെ അടിമകളാക്കിയിട്ട് തനിക്ക് തോന്നുന്ന നിയമങ്ങൾ മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു, അല്ലേ? ഇന്നും നമ്മൾ കാണുന്നില്ല അങ്ങനെയുള്ള ഏകാധിപതികളായ വൺമെൻ ഷോ നടത്തുന്ന ഭരണാധികാരികൾ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല മനുഷ്യനോട് പറയാണ്, നീ അതിര് കവിഞ്ഞവനായിരിക്കുന്നു എന്ന് പറയാണ്. ആരെയും വകവെക്കാത്ത വിധത്തിൽ സ്വയം അവനവന് തോന്നും പോലെ ജീവിക്കുക. ഇന്നത്തെ ലിബറൽ കാഴ്ചപ്പാടൊക്കെ അങ്ങനെയാണ്. എന്നെ ആരും നന്നാക്കാൻ നോക്കണ്ട, എനിക്ക് തോന്നും പോലെ ഞാൻ ജീവിക്കും.
എൻ്റെ പ്രൈവസിയിൽ ആരും ഇടപെടരുത്. ഇങ്ങനെയൊക്കെ മക്കളൊക്കെ പറഞ്ഞു തുടങ്ങിയ കാലമാണിത് അല്ലേ? ഉമ്മയും വാപ്പയും ഉപദേശിക്കുമ്പോൾ മക്കൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നു. അങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ? ഇല്ലല്ലോ. ഇന്നൽ ഇൻസാന ലയത്ഗാ, മനുഷ്യൻ അതിര് കവിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്തെന്നാൽ റഅ കണ്ടു, അവൻ കണ്ടു, ഹു അവനെ, അവനെ കണ്ടതിനാൽ. എങ്ങനെ കണ്ടു? ഇസ്തഗ്ന. ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട്, തനിക്ക് താൻ തന്നെ മതി എന്നുള്ള നിലയ്ക്ക്, മറ്റൊരു ഭാഷയിൽ സ്വയം പര്യാപ്തനായിട്ട്, സെൽഫ് സഫിഷ്യൻ്റ് എന്ന് തന്നെയാണ് നല്ല വാക്കല്ലേ. എനിക്ക് ഞാൻ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറാണ്. അർറഅഹുസ്തഗ്ന. പലപ്പോഴും അങ്ങനെയാണ് മനുഷ്യൻ അല്ലേ? ഉമ്മ പെറ്റ് പോറ്റിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിക്കൊണ്ടുവന്ന മോളാണ്. എന്നിട്ട് കുറച്ച് മുതിർന്ന് ഒരു ഹൈസ്കൂൾ +2 ലെവലൊക്കെ എത്തിയപ്പോൾ ഉമ്മ ഉപദേശിക്കുമ്പോൾ മക്കൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കണ്ടോ? അർറഅഹുസ്തഗ്ന. എനിക്ക് ഞാൻ തന്നെ മതി എന്ന് മക്കൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? ഉമ്മ ചിരിക്കും അല്ലേ? മോളെ നിന്നെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെന്ന് നിനക്കറിയോ എന്ന നിലയ്ക്ക് ഉമ്മ മാറിയെന്ന് ചിരിക്കും. ചിലപ്പോൾ കരയുന്നുണ്ടാവും അല്ലേ? അർറഅഹുസ്തഗ്ന. ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ മനുഷ്യനങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? സാധ്യമല്ലല്ലോ. ഞാനാണോ ഇപ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ച നൽകുന്നത്, എൻ്റെ കാതിന് കേൾവിയും നാവിന് സംസാരശേഷിയും നൽകുന്നത്? അല്ലല്ലോ. ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്കെല്ലാം കാണുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ മറ്റൊരാളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ തീന്മേശയിൽ, ഡൈനിങ് ടേബിളിൽ എത്തുന്ന ചോറ്, ഭക്ഷണം ഉണ്ടല്ലോ, ഇതിൻ്റെ പിന്നിലേക്ക് എത്ര മനുഷ്യന്മാരുടെ കൈകളുണ്ട് അല്ലേ? ഏതോ ഒരു നാട്ടിൽ, ആന്ധ്രയിലോ എവിടെയോ, ഏതോ ഒരു കർഷക തൊഴിലാളി വിത്തെറിഞ്ഞതാണ്. വേറൊരാൾ വളം ചേർത്തു, പിന്നെ ഒരാൾ വെള്ളമൊഴിച്ചു. ഇങ്ങനെ വളർന്നു വന്ന നെൽക്കതിര് വേറെ ആരും കൊയ്തെടുത്തു, പിന്നെ അത് മെതിച്ച് അരിയാക്കി മാറ്റിയിട്ട് ചാക്കിലാക്കി അത് ഹോൾസെയിൽ കച്ചവടക്കാരൻ വാങ്ങിച്ചു. അയാൾ അത് റീറ്റെയിലുകാരന് കൊടുത്തു. പിന്നെ അത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലെത്തി. അങ്ങനെ അവിടുന്ന് നമ്മുടെ വീട്ടിൽ ആരോ പോയി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഉമ്മയോ പെങ്ങളോ ആരോ അതെടുത്ത് കഴുകിയിട്ട് അടുപ്പത്തിട്ടു. എന്നിട്ടത് ചോറായപ്പോൾ മറ്റൊരാൾ എടുത്തത് ഊറ്റി ചോറാക്കി എടുത്തു. പിന്നെ ഒരാൾ പ്ലേറ്റിലാക്കിയിട്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ പറയാണ്, എനിക്കാരുടെയും സഹായമൊന്നും ആവശ്യമില്ല, എനിക്ക് ജീവിക്കാൻ, ഇങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം, എന്നെ ആരും ഉപദേശിക്കാനൊന്നും വരണ്ട എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ചോറ് നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടാവില്ലേ? എടാ കള്ള, നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറയില്ലേ? ആലോചിച്ച് നോക്കൂ. അതാണ് അർറഅഹുസ്തഗ്ന. പക്ഷെ മനുഷ്യന് കയ്യിൽ കാശ് വരുമ്പോൾ, കുറച്ച് അറിവും സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിൽ വരുമ്പോൾ, എനിക്ക് ഞാൻ തന്നെ മതി, വേറെ ആരും ആവശ്യമില്ല എന്നൊക്കെ തോന്നാൻ തുടങ്ങും. അർറഅഹുസ്തഗ്ന. ഇങ്ങനെയാണ് ലോകത്ത് ഭയങ്കര കൊടും ക്രൂരന്മാരായ ഭരണാധികാരികളൊക്കെ ഉണ്ടായത്. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, അമേരിക്കയും ഇസ്രയേലും അവിടുത്തെ ഭരണാധികാരികളെ കൊണ്ട് പൊറുതിമുട്ടാൻ അത്രയും ഭീകരന്മാരായിട്ട് മാറിയിരിക്കുകയാണ് അവർ. അർറഅഹുസ്തഗ്ന. അവർക്ക് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ആ രാജ്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും എല്ലാ നിലക്കും തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ലോകത്തിനുമേൽ ഗുരുതരമായ നാശം വിതച്ചുകൊണ്ടിരിക്കുക അവർ. കാരണം ഞാനാണ് ലോക പോലീസ് എന്നവർക്ക് തോന്നാണ്. അർറഅഹുസ്തഗ്ന. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്ന ഇലാ റബ്ബിക റുജ്അ. ഇന്ന നിശ്ചയം, ഇലാ റബ്ബിക് നിൻ്റെ റബ്ബിലേക്കാണ്, അർറുജ്അ ആ മടക്കം. റജഅ യർജിഉ മടങ്ങി എന്നാണ് അർത്ഥം. റുജ്അ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു മടക്കമാണ്. അത് എല്ലാവരും മടങ്ങിയേ പറ്റൂ എന്ന നിലക്കുള്ള നിർബന്ധമായ മടക്കമാണ്. ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. ഞാൻ മരിക്കില്ല എന്നൊരാൾക്ക് തീരുമാനിക്കാമോ? സാധ്യമല്ല. വമ്പിച്ച ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അല്ലേ? എങ്ങനെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റും, മരിക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ മരിച്ചേ പറ്റും.
മണ്ണോട് ചേർന്നേ പറ്റൂ, പിന്നീട് അള്ളാഹു വിളിക്കുമ്പോൾ എഴുന്നേറ്റ് വന്നേ പറ്റൂ, എന്നിട്ട് മഹ്ശറിൽ ഒരുമിച്ച് കൂടിയേ പറ്റൂ. നമ്മൾ മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിൽ അതിനെ സയൻറ്റിഫിക്കായിട്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇന്ന ഇലാ റബ്ബിക റുജ, കണ്ടോ? അതിനാൽ നിശ്ചയം നീ നിൻ്റെ നാഥങ്കലേക്ക് മടങ്ങും, അവങ്കലേക്കാണ് നിൻ്റെ മടക്കം എന്ന് അള്ളാഹു താല ഓർമ്മിപ്പിക്കാൻ. അത് ശരിക്കൊരു താക്കീതിൻ്റെ ശൈലിയാണ് അല്ലേ? നമ്മളിപ്പോൾ ഉമ്മ പറയുന്ന കേൾക്കാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ, കളിക്കാൻ പോയാൽ ഉമ്മ പറയും, വൈകുന്നേരം ആകുമ്പോൾ വരുമല്ലോ, അപ്പോൾ കാണിച്ചു തരാം എന്ന് പറയുന്നത് പോലെ അള്ളാഹു പറയാണ്, നീ തിരിച്ചു വരുന്ന ഒരു നാളുണ്ട്. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, നിനക്കാവശ്യമായ എല്ലാ സൗകര്യവും തന്നത് ഞാനല്ലേ, പഠിക്കാനും വളരാനും എല്ലാത്തിനും അവസരം തന്നത്. പക്ഷെ പിന്നീട് നീ വഴിക്ക് വെച്ച് എന്നെ മറന്നു കളഞ്ഞു. നിനക്ക് തോന്നും പോലെ നീ ജീവിക്കാൻ തുടങ്ങി അല്ലേ? എന്തൊക്കെ മോശമായ പ്രവൃത്തികളാണ് നിന്നിൽ നിന്നുണ്ടാകുന്നത്. അതിനാൽ മരണമുണ്ട്, മറക്കണ്ട. ഒരു നാൾ നീ തിരിച്ചു വരും, അതിനെക്കുറിച്ച് മറക്കണ്ട എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ശരിക്കും നമുക്കെന്താ ഉണ്ടാവേണ്ടത്? ആ തിരിച്ചറിവുണ്ടാകണം. നമ്മൾ എന്തെങ്കിലും ദുരന്തങ്ങൾ, മരണങ്ങളൊക്കെ അറിയുമ്പോൾ പറയാറില്ലേ, ഇന്നാലില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ്, വ ഇന്ന ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന് പറയില്ലേ? അപ്പോൾ ആ മടങ്ങും എന്നുള്ള ബോധം മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും തെറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അല്ലേ? കാരണം ഒരു നാൾ ഞാൻ ചോദ്യം ചെയ്യപ്പെടും, എന്നെ അള്ളാഹു തആല ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു നാളുണ്ട്, അങ്ങനെ ഒരു എക്സാം വരാൻ പോകുന്നുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിടിവിട്ട് പോവുകയില്ല എന്നുള്ളതാണ്. അതാണ് അള്ളാഹു തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 3 ആയത്ത് മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്ന്, അള്ളാഹുവിൽ നിന്നുള്ള അറിവ് സ്വീകരിക്കാതെ ധിക്കാരിയായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിരുവിട്ട് ജീവിതം നയിച്ച് എനിക്ക് ഞാൻ തന്നെ മതി, വേറെ ആരും ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് താന്തോന്നിയായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൽ നിന്നകലും. ഈ ലോകത്ത് നമ്മൾ പരാജയപ്പെടും, നാളെ പരലോകത്തോ അതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയാകും, അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് ചെന്ന് ചേരേണ്ടി വരും എന്നാണ് അള്ളാഹു താല ഈ ആയത്തുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ 2 അവസ്ഥകളാണിത്. അറിവ് നേടിയ ആൾ അള്ളാഹുവിങ്കൽ ആദരണീയനായിട്ട് മാറും. അറിവ് ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിൽ നിന്നുള്ള അറിവിനെ തള്ളിക്കളയുന്ന മനുഷ്യൻ നാളെ പരലോകത്ത് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ചെന്നെത്തുക എന്നുള്ളതാണ്. ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു താല അന്നത്തെ മക്കയിൽ നടക്കുന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന, പരിപൂർണമായും അവന് വഴിപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.